ഇറാൻ അമേരിക്ക യുദ്ധം കൊടുമ്പിരി കൊള്ളുകയും ആ യുദ്ധം അവസാനിക്കാറാകുമ്പോഴേക്കും അടുത്ത യുദ്ധത്തിന് തിരികൊടുത്തിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യ ഉൾപ്പെടെ 16 രാജ്യങ്ങൾക്ക് ഇപ്പോൾ ഒരു താരിഫ് ഭീഷണിയാണ് കഴിഞ്ഞ ദിവസം ട്രംപ് ഉയർത്തിയിരിക്കുന്നത്. ഇന്ത്യയും ചൈനയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ജപ്പാനും അടക്കമുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഈ ലിസ്റ്റിലുണ്ട്. അതായത് 1974 US ട്രേഡിംഗ് ആക്ട് സെക്ഷൻ 301 പ്രകാരം ഈ അമേരിക്കയിലേക്ക് എത്തുന്ന ഉൽപ്പന്നങ്ങൾക്ക് അവയെ പലതായി വിഭജിച്ചുകൊണ്ട് അവയുടെ അന്വേഷണം നടത്തിക്കൊണ്ട് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഇവയ്ക്ക് മേൽ, ഈ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അമിതമായ ഇല്ലെങ്കിൽ US-ന് അവർക്ക് ഇഷ്ടമുള്ള താരിഫ് ചുമത്താൻ കഴിയും. ഇത് മുൻപ് ഉപയോഗിച്ചിട്ടുണ്ട് ചൈനയ്ക്കെതിരായിട്ടും മറ്റുമൊക്കെ. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഈ താരിഫ് യുദ്ധത്തിൽ നിന്ന് അല്പം പിന്നോക്കം പോയ ട്രംപ് ഇപ്പോൾ ഈ ഒരു നിയമമാണ് ഇപ്പോൾ ആയുധമാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് സാധ്യമാകുന്ന ഒരു നിയമം കൂടിയാണ്. അതായത് അതിൽ പറയുന്ന കാര്യങ്ങൾ ഇതാണ്: സ്ഥിരമായ വ്യാപാര മിച്ചം, അതായത് സ്ഥിരമായ ഒരു ഉൽപ്പന്നം വ്യാപാര മിച്ചത്തിലേക്കാണ് എങ്കിൽ അത്തരം രാജ്യങ്ങളുടെ ആ ഉൽപ്പന്നങ്ങൾക്ക് വലിയ തീരുവ ചുമത്താൻ കഴിയും. സർക്കാർ സബ്സിഡിയിൽ പുറത്തിറങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്ക് ചുമത്താൻ കഴിയും. സർക്കാർ ഉടമസ്ഥയിൽ നിന്നും പുറത്ത് എത്തുന്ന പ്രത്യേകിച്ച് പെട്രോളിയം ഉൽപ്പന്നങ്ങളും മറ്റുമൊക്കെ അത്തരത്തിലാണ്. അതുപോലെ തന്നെ അടിച്ചമർത്തപ്പെട്ടവരുടെ വേതനം, ഈ ചൈനയിലും മറ്റുമൊക്കെ ഉയ്ഗൂർ മുസ്ലിങ്ങളെ കൊണ്ടൊക്കെയാണ് അവർ ഈ സോളാർ പാനലും മറ്റുമൊക്കെ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സോളാർ പാനലിന് കടുത്ത താരിഫുകളാണ് അമേരിക്ക ചുമത്തുന്നത്. അത്തരത്തിൽ ഉള്ള ഉൽപ്പന്നങ്ങൾ, ദുർബലമായ തൊഴിൽ പരിസ്ഥിതി മാനദണ്ഡങ്ങൾ, അതായത് വളരെ മോശം തൊഴിൽ കാലാവസ്ഥയിൽ പ്രവർത്തിക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ അത്തരം പ്രൊഡക്റ്റുകൾ, ഒപ്പം തന്നെ പരിസ്ഥിതി മാനദണ്ഡങ്ങൾ, പരിസ്ഥിതിയെ ദുർബലപ്പെടുത്തുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, ഇവയൊക്കെ എല്ലാമാണ് ഇത്തരത്തിൽ താരിഫ് ഉയർത്തുന്നത്. അതായത് ഈ ഒരു നിയമത്തിന്റെ പഴുതുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഏത് ഉൽപ്പന്നത്തിന് മേളിലും അമിതമായ താരിഫ് ചുമത്താൻ അമേരിക്കയ്ക്ക് കഴിയും. ഇതോടുകൂടി തന്നെ ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾ ഇനി ഏത് തരത്തിൽ മുൻപോട്ട് നീങ്ങുമെന്നുള്ളത് വ്യക്തതയൊന്നും തന്നെ ഇല്ല. ഏതായാലും മാർച്ചോടുകൂടി അതിനൊരു ഏകദേശ ധാരണ വന്നിരുന്നതാണ്. വീണ്ടും അത് കൂടുതൽ സങ്കീർണതയിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഏതായാലും ഇതിനെതിരെ ഇപ്പോൾ തന്നെ വിവിധ രാജ്യങ്ങൾ രംഗത്തെത്തിക്കഴിഞ്ഞു. നിലവിൽ 16 രാജ്യങ്ങളെ ഉള്ളൂ എങ്കിൽ പോലും ഈ ലിസ്റ്റിൽ 60ഓളം രാജ്യങ്ങൾ ഉണ്ട് എന്നാണ് പുറത്തു വരുന്ന മറ്റൊരു വിവരം. അതായത് വീണ്ടും താരിഫിന്റെ ഭീഷണി ഉയർത്തിക്കൊണ്ട് ട്രംപ് ലോകരാജ്യങ്ങളെ വെല്ലുവിളിച്ച് മുൻപോട്ട് പോവുകയാണ്. അതായത് യുദ്ധം തീർന്നാലും ട്രംപ് അടങ്ങിയിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.